ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ തട്ടിക്കൂട്ടാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെണ്ടയ്ക്ക ഫ്രൈ ആണ് കേട്ടോ. ഏകദേശം ഒരു കൊണ്ടാട്ടത്തിൻ്റെ ഒക്കെ ടേസ്റ്റാണ്. അതും ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ഈസി ടേസ്റ്റി റെസിപ്പി എങ്ങനെയാണെന്നുള്ളതൊന്ന് കണ്ടു വയ്ക്കാമല്ലോ. അപ്പോൾ ഈ ഒരു വെണ്ടയ്ക്ക ഫ്രൈ റെഡിയാക്കാനായിട്ടൊരു 200 ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറോ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മേലെയുള്ള വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളയണേ. ഒരു വെള്ളമയം ഉണ്ടാവരുത് നമ്മളിങ്ങനെ മുറിച്ചെടുക്കുന്ന സമയത്ത്. ഇതാ ഈ ഒരു രീതിയിലൊന്ന് മുറിച്ചെടുക്കുക. ഒരു വെണ്ടയ്ക്ക ഇങ്ങനെ 4 പീസ് ആവുന്ന രീതിയിൽ. അതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ കുറച്ച് കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് കളയുന്നത് നന്നായിരിക്കും കേട്ടോ. ചെറിയ കുരുവൊക്കെ ആണെങ്കിൽ കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ മുഴുവൻ വെണ്ടയ്ക്ക ഇതുപോലെ തന്നെ മുറിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഇതിലേക്ക് പാകത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. മിക്സാക്കി നോക്കിയിട്ട് പിന്നെ എടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണിൻ്റെ ഒക്കെ അടുത്ത് മതിയാകും. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ അത്യാവശ്യം എരിവുള്ള മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് മെയിനായിട്ട് ചേർക്കുന്നത് കുറച്ച് സാമ്പാർ പൊടിയാണ് കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഫ്ലേവർ കൂടുതൽ വേണമെങ്കിൽ 1.25 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ എന്തായാലും വേണം. ഒരു സാമ്പാർ പൊടി കൂടി ഉണ്ടാകുന്ന സമയത്ത് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നമ്മുടെ ഫ്രൈ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മസാലപ്പൊടികൾ ഇത്ര ചേർക്കുന്നുള്ളൂ. ഈ ഒരു സാമ്പാർ പൊടി തന്നെയാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിലേക്ക് ചെറിയൊരു പുളി ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർക്കുന്നത്. ഇതിന് പകരം ചെറുനാരങ്ങയുടെ നീരായാലും മതി കേട്ടോ. അപ്പോൾ ആദ്യം ഇത്രയും കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. കൈ ഉപയോഗിച്ചിട്ട് മിക്സാക്കി തന്നെ ആയിരിക്കും കേട്ടോ നല്ലത്. അപ്പോഴാണ് ആ ഒരു വെണ്ടയ്ക്കയുടെ എല്ലാ ഭാഗത്തേക്കും നല്ലോണം ഒരു മസാലയും പുളിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇങ്ങനെ ആയി കിട്ടുന്ന സമയത്ത് ഇനി ഇതിലേക്ക് കുറച്ച് കടലമാവും കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു 2.5 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, പത്തിരി അപ്പം ഇടിയപ്പത്തിൻ്റെ ഒക്കെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് കോൺഫ്ലോർ കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതുപോലെ നല്ലോണം മിക്സാക്കി എടുക്കുക. ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ലോണം ഒന്ന് പൊടികളൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി. 5 മിനിറ്റ് തന്നെ മതിയാവും നമ്മൾ എണ്ണയൊക്കെ ചൂടാക്കുന്ന സമയം. അപ്പോൾ ആ സമയം കൊണ്ട് ഈ വെണ്ടയ്ക്കയ്ക്ക് ചെറിയൊരു വെള്ളമയം ഉണ്ടാവുമല്ലോ, ആ ഒരു വെള്ളമയത്തിൽ ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ ഒരു അംശം വന്നോളും. എന്നിട്ടിതൊരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുന്ന സമയത്ത് ഒരു വെള്ളമയം കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കൂടുതൽ വേണ്ട. പെട്ടെന്ന് ഇതിൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ മസാല എല്ലാം കൂടെ ഇങ്ങനെ കുഴഞ്ഞൊട്ടി പോകുന്ന പോലെയോ. 1 ടേബിൾ സ്പൂൺ വെള്ളമാകുമ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ള പൊടികൾ അതിലങ്ങ് പിടിച്ച് കിട്ടിക്കോളും. ഇത്ര മാത്രം മതിയാവും കേട്ടോ. ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഇതുപോലെ കുറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് കുത്തി നിറച്ചിടണ്ട. ഫ്രൈ ആയി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. ഓയിലായാലും വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. പക്ഷേ വെളിച്ചെണ്ണയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. എന്നിട്ട് ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. കാരണം കുറേ ചെറിയ തീയിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും. അത്യാവശ്യം ഒന്നായി വരുന്ന സമയത്ത് തിരിച്ചും മറിച്ചും ഇളക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു കളറൊക്കെ ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കുക. അത്യാവശ്യം ഒന്ന് ക്രിസ്പി ആയിക്കോട്ടെ കേട്ടോ. ഒരു പച്ചമയം ഒന്ന് മാറണം, എന്നാൽ കൂടുതൽ കരിഞ്ഞ കളറാവും വേണ്ട. ഇപ്പോൾ ഇത് പാകത്തിന് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ചൂടിൽ കുറച്ചുകൂടി ഒന്ന് ക്രിസ്പി ആയിക്കോളും. അപ്പോൾ നമ്മൾ ഇതുപോലെ എണ്ണയിൽ നിന്ന് കോരിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ സ്ട്രെയിനറിലേക്കോ ആട്ടോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത്. അപ്പോൾ ഇത് നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാൻ നല്ല ക്രിസ്പി നല്ല ടേസ്റ്റൊക്കെയാണ്. ഇനി ഒരു ഇത്തിരി ചൂടാറിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ ഒരു ക്രിസ്പി എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ശരിക്കും നല്ല ചൂട് ചോറിൻ്റെ കൂടെ കുറച്ചൊരു പച്ച തൈരും ഈ ഒരു കൊണ്ടാട്ടം ഒരു ഇത്തിരി അച്ചാറും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എന്തായാലും കുറച്ച് മോരുകറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. തേങ്ങയൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് മോരുകറി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീട്രൂട്ട് ഉപ്പേരി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു വെണ്ടയ്ക്ക ഫ്രൈയും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു ഇത്തിരി അച്ചാറും പിന്നെ വേണമെങ്കിൽ ഒരു ഇത്തിരി മീനും കേട്ടോ. മീനിൻ്റെ ആവശ്യമില്ല ശരിക്കും ഈ ഒരു കൊണ്ടാട്ടത്തിൻ്റെ നമ്മുടെ ഈ ഒരു വെണ്ടയ്ക്ക ഫ്രൈയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ അത് വെറുതെ കഴിക്കുമ്പോൾ തന്നെ, അത് ചോറിൻ്റെ കൂടെ വേറെ കൂടുതൽ കറികളൊന്നും ഇല്ലാതെ കഴിക്കുമ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഐറ്റം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇനി എന്തായാലും നല്ല റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്